ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ ഈ തകർച്ചയാണ് അവന്തിക ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള ഓരോരുത്തരുടെയും കണ്ണുനീരാ അവർക്ക് കാണേണ്ടത്. ഇവിടെ നമ്മൾ തോറ്റുപോരുത്. ഇതിനേക്കാളും മോശമായൊരവസ്ഥ വന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുമെന്ന് അവരറിയണം. നഷ്ടപ്പെട്ട സ്വത്തൊക്കെ എപ്പോ വേണമെങ്കിലും തിരിച്ചു കിട്ടും. പക്ഷെ ഈ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലോ? അതിന് ആര് മറുപടി പറയും? വെള്ളം കുടിക്കും. ആശ്വാസമുണ്ടോ? ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറ്റിപ്പോയി മക്കളെ. അച്ഛനോട് ക്ഷമിക്കും. അച്ഛാ, സോറിയടാ. നന്ദേട്ടാ, സന്ദേശി എന്തിനിങ്ങനെ വിഷമിക്കുന്ന? ഞാൻ വന്ന് കയറിയപ്പോ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഞാനൊരു ഭാഗ്യം കെട്ടവളായി പോയില്ലേ? സന്ദേശയുടെ ഭാഗ്യവും നിർഭാഗ്യമൊന്നും ഇവിടെ സംഭവിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സന്ദേശി നന്ദേട്ടന് ഭാര്യയായിട്ട് വന്നാലും ഇല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമായിരുന്നു. എന്നാലും ഇപ്പൊ ഞങ്ങളുടെ കല്യാണം നടന്നതുകൊണ്ടല്ലേ അവലേക്ക് എങ്ങനെ ചെയ്തത്? അയ്യോ, ഒരിക്കലും അല്ല. ഇത്രയും നാളും അവർ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം സന്ദേശ കാരണമാണോ? പറഞ്ഞു കൊടുത്ത കേൾക്കണ്ട അർച്ചനെ. കുറെ നേരമായി ഈ കരച്ചിൽ തുടങ്ങിയിട്ട്. അതെ, ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്ക്. താൻ കാരണമല്ല ഇതൊന്നും സംഭവിച്ചത്. എന്റെ ഭാര്യയായിട്ട് അവൾ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ടാ. അച്ഛന്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് ഇപ്പോൾ അവർക്ക് ചതിയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് എളുപ്പ വഴിയിലെത്താൻ പറ്റി. എല്ലാം അവളുടേതാക്കാൻ സാധിച്ചു. നമുക്കിവിടുന്ന് ഇറങ്ങിക്കൊടുക്കാതിരുന്നൂടെ? അതിനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. പോലീസും നിയമവും എല്ലാം ഇപ്പൊ അവരുടെ പക്ഷത്താ. തൽക്കാലം ഇവിടുന്ന് ഇറങ്ങിക്കൊടുത്തേ പറ്റൂ. ഇവിടുന്ന് ഇറങ്ങിയ നമ്മൾ എങ്ങോട്ട് പോകും? വാക്കേറിയ ദൈവം തന്നെ ഇരയും തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് അതിനെ അതിജീവിക്കാനുള്ള വഴിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത്. ഈ നിമിഷം കടന്നു പോകും. ഈ പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കും. സമൂഹത്തിൽ ഇത്രയും വലിയ സ്ഥാനവും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നിട്ടും നെല്ലിശ്ശേരി കുടുംബത്തില് അവളെപ്പോലെ ഒരുത്തേക്ക് ഇത്ര നിസ്സാരമായിട്ടാ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അതാണ് വിധി, അല്ലെങ്കിൽ കാലത്തിന്റെ കളി. നമ്മൾ എത്ര ശക്തരായാലും അധികാരവും സമ്പത്തും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നാലും ചില സമയത്ത് നമ്മൾ നിസ്സഹായരായി പോവും. ആ നിമിഷം ശത്രുവിന്റെ നീക്കങ്ങൾ കാണാനോ അതിനെ പ്രതിരോധിക്കാനോ നമുക്ക് കഴിയത്തില്ല. ഈ പരാജയം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സന്ധ്യച്ചി, ഇവിടെ എല്ലാവരും ആകെ തകർന്നു നിൽക്കുക. നടന്നൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നന്ദേട്ടനും മനസ്സ് കൈവിട്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതിനിടയിൽ സന്ധ്യച്ചി കൂടി ഇങ്ങനെ നന്ദേട്ടനെ വിഷമിപ്പിക്കല്ലേ? എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഞാനും ഇതിനൊരു കാരണക്കാരി തന്നെ. നന്ദന്റെ ജീവിതത്തിൽ ഓരോ നിമിഷം ഉണ്ടാവുന്ന ഉയർച്ച താഴ്ചകൾക്കൊക്കെ
താങ്ങും തണലും ആകേണ്ടവളാ ഞാൻ. ഞങ്ങളുടെ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ അവന്തിക ചിലപ്പോ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതൊക്കെ തന്നെ തോന്നലാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അച്ഛനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അച്ഛൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ മനസ്സ് കൈവിട്ടുപോയി. അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നു. നന്ദേട്ടൻ അത് മനഃപൂർവ്വം പറഞ്ഞതല്ലല്ലോ. അച്ഛൻ അത് മനസ്സിലാവും. നന്ദേട്ട, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളാരും അച്ഛനെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, കുറ്റപ്പെടുത്തരുത്. ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിടണം. ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. അച്ഛൻ എപ്പോഴും എല്ലാത്തിനും ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു. ഇന്നീ കാണുന്നതെല്ലാം അച്ഛനുണ്ടാക്കിയതാണ്. എന്നാലും പെട്ടെന്നെല്ലാം കൈവിട്ടു പോയപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന അച്ഛൻ്റെ മനസ്സിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടപ്പോ അച്ഛൻ എത്ര വേദനിച്ച് കാണുന്ന പോലും ഞാൻ ഓർത്തില്ല. കൈവിട്ടുപോയി. നമ്മുടെ ഈ തകർച്ചയാണ് അവന്തിക ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള ഓരോരുത്തരുടെയും കണ്ണുനീരാ അവർക്ക് കാണേണ്ടത്. ഇവിടെ നമ്മൾ തോറ്റുപോരുത്. ഇതിനേക്കാളും മോശമായൊരവസ്ഥ വന്നാലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുമെന്ന് അവരറിയണം. ഒരുമിച്ച് നിന്ന് തന്നെ ഈ ചതിക്ക് തിരിച്ചടി കൊടുക്കണം. സന്ധ്യച്ചി, ഇപ്പൊ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാ സന്ധ്യച്ചി. നന്ദേട്ടന്റെ അവസ്ഥയിൽ തണലാവാനും ആശ്വാസമാവാനും സന്ധ്യച്ചിക്ക് കഴിയൂ. അത് മറക്കരുത്. നന്ദേട്ടാ, എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കെ. ഞാനില്ലേ കൂടെ.